ഹായ് ഗൈസ്, CSSൽ ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഏതൊക്കെയാന്ന് നോക്കാം. ഒരു വെബ് പേജിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു കോണ്ടൻറ്റാണ് ടെക്സ്റ്റ് കോണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഈ ഇമേജസും വീഡിയോസൊക്കെ ഒരു വെബ് പേജിലുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ കാണുക ടെക്സ്റ്റ് കോണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യാൻ വരുമ്പോൾ ഇനീഷ്യലി വരുന്നൊരു സാധനമാണ് അതിൻ്റെ ഫോണ്ട്. അതിന് യൂസ് ചെയ്യുന്ന ഫോണ്ട് ഏതാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസും. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് ഫസ്റ്റത്തെ ഫോൺ സൈസ്, പിന്നെ ഫോൺ വെയിറ്റ്, ഫോൺ ഫാമിലി, സ്റ്റൈലും ഫോൺ വേരിയൻറ്റും. സോ ഇത്രയാണ് വരുന്നത്. ഇതൊരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ ഓൾറെഡി ഒരു എക്സാമ്പിൾ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫോൺ സൈസ് വരുമ്പോൾ ഇതിൻ്റെ അതിനൊരു സൈസ് ഇത് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് ഫോൺ സൈസ് കൊണ്ട് ഉദ്ദേശിച്ചത്. എത്ര സൈസാണ് ആ ഫോണ്ട് വരിക എന്നുള്ളതാണ് ഫോൺ സൈസ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഫോൺ വെയിറ്റ്. ഫോൺ വെയിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇതിൻ്റെ തിക്നെസ് ആണ്. ഈ ഒരു ഓരോ ഫോണ്ടിൻ്റെ ഓരോ ലെറ്റേഴ്സിന് എത്ര തിക്നെസ് വേണം, എത്ര വിഡ്ത്ത് ഉണ്ട് അത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന സാധനമാണ് ഈ ഫോൺ വിഡ്ത്ത്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾഡ് എന്നുള്ള അങ്ങനെയും കൊടുക്കാം. പക്ഷേ ഇത് ബേസിക്കലി ഇതിൻ്റെ റേഞ്ച് വരുന്നുണ്ടാവും എത്രയാണ്, 100 to 900 എന്നുള്ള രീതിയിൽ. ഇതിൽ 100, 200, 300 അങ്ങനെ കൊടുക്കാം. അല്ല ഇതിന് ഇൻബിറ്റ്വീനുള്ള നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. ഈ ഒരു ഡെഫിനറ്റ് നമ്പേഴ്സ് ഞങ്ങൾ കൊടുക്കണം. ഇതിൽ 600 കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തിക്നെസ്സിലോട്ട് വരും. സോ അതാണ് ഫോൺ വെയിറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് വരുന്നത് ഫോൺ ഫാമിലി. ഇതിൻ്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ എന്താണെന്ന് ഡിസൈഡ് ചെയ്തതാണ് ഫോൺ ഫാമിലി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും നോട്ട്ബുക്കിൽ എഴുതുന്ന സമയത്ത് പല ആൾക്കാരും ഫോണ്ട് പല രീതിയിലാണ്. പക്ഷേ നമുക്ക് ചില ആൾക്കാരുടെ ഫോണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, നല്ല രസം നമുക്ക് കാണാം. സോ അതാണ് ഫോൺ ഫാമിലി കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ HTML ലിമിറ്റഡ് ആയിട്ടുള്ള ഫോൺ ഫാമിലിയേ ഉള്ളൂ. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഏതെങ്കിലും ഫോണ്ട് സെപ്പറേറ്റ് ഏതെങ്കിലും ഫോണ്ട് കണ്ടിട്ട് അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എല്ലാ ഫോൺസും അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഗൂഗിൾ ഫോൺസ്. സോ ഞാൻ ഗൂഗിൾ ഫോൺസ് പോയിട്ട് ഇവിടെ കണ്ട കുറേയധികം ഫോൺസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പല ലാംഗ്വേജസിലുള്ള പല ഫോൺസും. ഞാൻ ഇപ്പോൾ പോപ്പിൻസ് എന്നാണ് ഈ ഒരു ഫോണ്ട് എടുത്തു. സോ ഇത് എനിക്ക് എൻ്റെ CSSൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതൊക്കെ തിക്നെസ്സിലുള്ള സാധനങ്ങൾ വേണമെന്നുള്ളത് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് തിക്നെസ് ഇവിടെ സെലക്ട് ചെയ്തു. എന്നിട്ട് 2 ഓപ്ഷൻസ് ഇവിടെ തരും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ 2 ഓപ്ഷൻ. ഫസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് HTML ലിങ്ക് ടാഗ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫോണ്ടിനെ അവിടെ ലിങ്ക് ചെയ്യാം. അതല്ലെങ്കിൽ CSSൽ ഇമ്പോർട്ട് ചെയ്യാം. ഇത് HTML ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും സ്റ്റൈൽ ടാഗ് വെച്ചിട്ട്. അതല്ലെങ്കിൽ CSSൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നേരെ ഇമ്പോർട്ട് ടാഗ് വെച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ ഇമ്പോർട്ട് ടാഗ് വെച്ചിട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ പോവാണേ. ഓക്കെ, ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാക്കണേ ആ ഫോണ്ട് ആക്സസ് ചെയ്യണമെങ്കിലുള്ള ഒരു സിൻടാക്സ് ആണ് ഈ കൊടുത്തേക്കണത്. സോ ഈ ഒരു സിൻടാക്സിൻ്റെ പ്രത്യേകത, ഇതിൽ ഈ സിൻടാക്സിൻ്റെ 2 ഫോണ്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബൈ ചാൻസ് നമ്മൾ വെബ് പേജിൽ ഈ പോപ്പിൻസ് എന്നുള്ള ഫോണ്ട് ഒരു എക്സ്റ്റേണൽ ഫോണ്ടാണല്ലോ. അപ്പോൾ അത് ലോഡായിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ബ്രൗസറിൻ്റെ ഫോണ്ടായിട്ടുള്ള സാൻസ് സെരിഫ് പ്രിൻ്റ് ആവണമെന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഓർഡറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇത് ചെക്ക് ചെയ്യും, ഇതുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഫാമിലിയിൽ അത് റെൻഡർ ചെയ്യും നമ്മൾ കണ്ടൻറ്റ്. അതല്ലെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു ഫോൺ ഫാമിലി ഉണ്ടോ നോക്കും, അതുണ്ടെങ്കിൽ അതിൽ റെൻഡർ ചെയ്യും. അതില്ലെങ്കിൽ നെക്സ്റ്റ് ഫോൺ ഫാമിലി, അങ്ങനെയാണ് അത് പോവുക. സോ അത്രയാണ് ഈ ഫോൺ ഫാമിലിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോൺ ഫാമിലി മാറിയതായിട്ട് കാണാൻ പറ്റും. സോ അതാണ് ഫോൺ ഫാമിലിൻ്റെ ഒരു സംഭവം. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഫോൺ വേരിയൻറ്റും ഫോൺ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഫോൺ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇറ്റാലിക് എന്നുള്ള പ്രോപ്പർട്ടി. ഇതിൻ്റെ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ചെരിഞ്ഞ് നിൽക്കാൻ വേണ്ടി നമ്മൾ ഇറ്റാലിക് എന്ന് പറയുന്നത്. അതിന് കുറച്ച് ഓർഡറായിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്. അത് കൂടുതലായിട്ട് ഇതിന് ഈ സ്റ്റൈലിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഈ ഫസ്റ്റത്തെ ലെറ്റർ ബോൾഡ് ആയിരിക്കും. ഒരു സെൻറ്റൻസ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫസ്റ്റത്തെ അതിൻ്റെ ലെറ്റർ ബോൾഡാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ വേർഡ് ബോൾഡാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ പാറ്റേൺസ് നമുക്ക് ചിലപ്പോൾ ജനറേറ്റ് ചെയ്യാനുണ്ടാവും നമ്മുടെ കണ്ടൻറ്റിൽ. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്താണ് ഫോൺ വേരിയൻ്റ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഭയങ്കര റയറായിട്ട് മാത്രമേ നമ്മൾ റിയൽ വേൾഡിൽ ഡെവലപ്പ് ചെയ്ത് യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇൻഡെപ്തായിട്ട് പോകാത്തത്. ഇനി കൂടുതലായിട്ട് അറിയണം എന്നുള്ള ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും, അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്, അതെങ്ങനെ വർക്ക് ചെയ്യാന്നൊക്കെ ഉള്ളത്. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇത്രയാണ് ഫോണ്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് വരുന്നത് ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടെക്സ്റ്റിൻ്റെ മറ്റു കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു ടെക്സ്റ്റ് സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് വരുന്നൊരു സാധനമാണ് ടെക്സ്റ്റിൻ്റെ കളർ. ടെക്സ്റ്റിന് ഏത് കളർ വരണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യും. കളർ എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്. അത് നിങ്ങൾക്ക് കളറ് ജസ്റ്റ് നെയിമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഹാഷ് വാല്യൂ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാഷ് കഴിഞ്ഞിട്ട് ഒരു കോഡാണ്. സോ ആ കോഡിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ കളർ കോഡ് കൊടുക്കാം, അല്ലെങ്കിൽ RGB വാല്യൂ കൊടുക്കാം. ഏത് കളറും HTML സപ്പോർട്ട് ചെയ്യുന്ന കളർ വാല്യൂസ് ഒക്കെ അവിടെ കൊടുക്കാൻ പറ്റും.
നെക്സ്റ്റ് ലൈൻ ഹൈറ്റ്. ഈ ഓരോ ലൈനും തമ്മിലുള്ള ഹൈറ്റ് ഡിസൈഡ് ചെയ്യുന്നതാണ് ലൈൻ ഹൈറ്റ് എന്ന പ്രോപ്പർട്ടി. ഞാൻ ഇതിപ്പോൾ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇത് തമ്മിലുള്ള ഇൻബിറ്റ്വീനുള്ള ഒരു സ്പേസ് കൂടിയിട്ട് കാണാൻ പറ്റും. സോ അതാണ് ലൈൻ ഹൈറ്റ്. പിന്നെ വേർഡുകൾ തമ്മിലുള്ള സ്പേസിങ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ലെറ്റർ സ്പേസിങ്, ഓരോ സിംഗിൾ ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇത്രയാണ് ബേസിക്കായിട്ട് ടെക്സ്റ്റ് പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് HTML CSS വെബ് ഡിസൈൻ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരിക ബേസിക്കായിട്ട്. ഇതിലും കുറച്ച് പ്രൊഫഷണൽ ലെവലുള്ള കുറച്ച് വലിയ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് ചെക്കൗട്ട് ചെയ്യുക. സോ താങ്ക്സ്.